ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗാൻസ് വേൾഡ്. തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈക്വലൻസ് ഓഫ് NDFA ആൻഡ് DFA. ഈക്വലൻസ് ഓഫ് NDFA ആൻഡ് DFA. കഴിഞ്ഞ ഒരു TOCയുടെ വീഡിയോയിൽ ഞാൻ NDFA ടു DFA കൺവേർഷന് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്ന ബേസിക് ഐഡിയ തന്നെയാണ് ഇവിടെയും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ അത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കാണുക. ദെൻ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഈക്വലൻസ് ഓഫ് NDFA ആൻഡ് DFA. എവറി NDFA ഈസ് എ DFA ബട്ട് നോട്ട് വൈസ് വെർസ, ബട്ട് ദർ ഈസ് ആൻ ഈക്വലൻറ്റ് DFA ഫോർ എവറി NFA. ഇവിടെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ NDFAയും DFA ആണ്. അതേപോലെ തന്നെ ഒരു DFAക്ക് ഈക്വലൻസ് ആയിട്ടുള്ള ഒരു NFA ഉണ്ടാവും. സോ അതിനുള്ളൊരു പ്രൂഫാണ് നെക്സ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ലെറ്റ് ലാംഗ്വേജ് L സബ്സെറ്റ് ഓഫ് clean star and suppose L is accepted by NDFA n is equal to sigma q q0 f delta. Then there exists a DFA D at sigma q dash q0 dash f dash and delta dash that also accepted language L, that is L of n is equal to L of D. നമുക്കിനി പ്രൂഫിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ക്ലീൻ സ്റ്റാർ എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ട്. അതിൻ്റെ സബ്സെറ്റായിട്ട് ഒരു L ലാംഗ്വേജ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആ L ലാംഗ്വേജ് N എന്ന് പറഞ്ഞ ഒരു NDFA അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ D എന്ന് പറഞ്ഞൊരു DFA ആ സെയിം ലാംഗ്വേജ് അക്സെപ്റ്റഡ് ആണ്. ദെൻ ഹിയർ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ട്യൂപ്പിൾസ് ആണ്, 5 ട്യൂപ്പിൾസ് ആണ്. ദെൻ Q ഡാഷ് എന്ന് പറയുന്നത് DFAയുടെ സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ആണ്. ദെൻ 2⁻Q എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ NDFAയുടെ സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ആണ്. ദെൻ Q ഡാഷ് 0 ഈസ് ഇക്വൽ ടു Q0. ഇത് ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ്, DFAയുടെ ഇനീഷ്യലും NDFAയുടെ ഇനീഷ്യൽ സ്റ്റേറ്റും. ദെൻ F ഡാഷ് ഈസ് ദ സെറ്റ് ഓഫ് സ്റ്റേറ്റ് ഇൻ Q ഡാഷ് ദാറ്റ് കണ്ടെയ്ൻ എനി എലമെൻറ്റ്സ് ഓഫ് F. എഫിലുള്ള ഏത് എലമെൻറ്റ്സും ആവാം F ഡാഷിലുള്ള സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് Q ഡാഷിൽ ഉള്ള സെറ്റിൽ ബിലോങ്സ്ഡ് ആയിരിക്കും ഈ F ഡാഷ്. കാര്യമായിട്ട് നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ് നമ്മൾക്കറിയാം, NDFAയിൽ വരുന്ന ഏതാണോ ഫൈനൽ സ്റ്റേറ്റ് അത് തന്നെ ആ ഫൈനൽ സ്റ്റേറ്റ് ആ ഒരു സ്റ്റേറ്റ് ഏതിലൊക്കെ ഉണ്ടോ ആ സ്റ്റേറ്റൊക്കെ നമ്മുടെ DFAയുള്ള ഫൈനൽ സ്റ്റേറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. NDFA ടു DFA കൺവേർഷൻ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ് ട്രാൻസിഷൻ ഫംഗ്ഷനാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇവിടെ DFAയുടെ. ഇതിൽ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ ഡാഷ് QA ഈസ് ഈക്വൽ ടു യൂണിയൻ ഓഫ് P ബിലോങ്സ് ടു Q, ഡെൽറ്റ PA ഫോർ Q ബിലോങ്സ് ടു Q ഡാഷ് ആൻഡ് A ബിലോങ്സ് ടു സിഗ്മ. ഇവിടെ Q എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ Q ഡാഷിലുള്ള ഒരു സ്റ്റേറ്റ് ആണ്, A എന്ന് പറഞ്ഞാൽ സിഗ്മയിലുള്ള ഒരു സിമ്പിളാണ്. ഈ ഒരു ട്രാൻസിഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പം ഈ P എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് ഉണ്ട്, ഒരു എക്സ്ട്രാ സ്റ്റേറ്റാണ് നമ്മൾ ഒരു കൺസിഡർ ചെയ്യുന്നത്. ആ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്യൂവിലുള്ള ബിലോങ്സ്ഡ് ആയിരിക്കും. ദെൻ നമുക്ക് ഈ ട്രാൻസിഷൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു DFAയിൽ Q എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിന്ന് A ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ NFAയിൽ ഒരു P എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ ഈ A ഇൻപുട്ട് അക്സെപ്റ്റഡ് ആയിരിക്കും. ഇതാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് നമുക്കിതിൻ്റെ പ്രൂവ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. നൗ പ്രൂവ് ദാറ്റ് ഡെൽറ്റ ഡാഷ് Q0 dash x is equal to delta Q0 x for every x. നേരത്തെ മേലെ പറഞ്ഞ ആ ഒരു എക്സ്പ്ലനേഷനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ ഒരു ട്രാൻസിഷനിൽ ഉള്ള Q ആണ് ഈ ഇവിടെയുള്ള Q0, ദെൻ A ആണ് X ആയിട്ട് പറയുന്നത്. സോ ഇതൊരു DFAൻ്റെ ട്രാൻസിഷനാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഇതൊരു NFAൻ്റെ ട്രാൻസിഷനാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇങ്ങനെ ഈക്വലായിട്ട് ട്രാൻസിഷൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ മീൻ ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് DFAൻ്റെ ലാംഗ്വേജ് NDFAൻ്റെ ലാംഗ്വേജായിട്ട് ഈക്വൽ ആണെന്നാണ്. നെക്സ്റ്റ് ബേസിക് സ്റ്റെപ്പ്, ലെറ്റ് X ബി ദ എംപ്റ്റി സ്ട്രിങ് എപ്സിലോൺ. ഒരു എംപ്റ്റി സ്ട്രിങ് എപ്സിലോൺ എന്ന് പറഞ്ഞ ഒരു എംപ്റ്റി സ്ട്രിങ് X ആയിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ ഡെൽറ്റ ഡാഷ് Q0 ഡാഷ് X ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഡാഷ് Q0 ഡാഷ് എപ്സിലോൺ. ഹിയർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ DFAയുടെ ഒരു ട്രാൻസിഷനാണ്, DFAൻ്റെ ട്രാൻസിഷൻ ഫംഗ്ഷനാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. Q ഡാഷിൽ നിന്നൊക്കെ നമ്മൾ ഒരു X എന്ന് പറഞ്ഞ ഇൻപുട്ട് കൊടുത്താൽ നമുക്ക് കിട്ടുന്നത്
നമുക്കറിയാം എക്സ് എന്ന് പറഞ്ഞാൽ ഒരു എം ടി സ്ട്രിങ് എപ്സിലോൺ ആണ്. സോ ക്യൂ ഡാഷിലേക്ക് എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എം ടി സ്ട്രിങ് വന്നു. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ നൾ സ്ട്രിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് നമ്മൾ ആ മൂവ്മെൻറ്റ്സിൽ ഒരു ഇൻപുട്ടും വരാത്തതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. സോ ക്യൂ ഡാഷ് 0 ഇതാണ് നമ്മുടെ ഡി എഫ് എൻ്റെ ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ ഈ ഡി എഫ് എക്ക് ഈക്വലൻ്റ് ആയിട്ട് വരുന്ന എൻ എഫ് എ സ്റ്റേറ്റാണ് Q0. എൻ എഫ് എ ഈക്വലൻ്റ് ആയിട്ടുള്ള എൻ എഫ് എ സ്റ്റേറ്റാണ് Q0. നമുക്കറിയാം കേളി ബ്രാക്കറ്റ്സിലാണ് നമ്മൾ എൻ എഫ് എൻ്റെ ഓരോ സ്റ്റേറ്റ്സിനും റെപ്രസെൻ്റ് ചെയ്യൽ. ദെൻ ഈ Q0യിലേക്ക് നമ്മൾ എപ്സിലോൺ ഇൻപുട്ട് ഇവിടെ വന്ന എന്താണോ ഇൻപുട്ട് നമുക്ക് ഈ ഡി എഫ് എക്ക് കൊടുത്തിരിക്കുന്നത് എപ്സിലോൺ നൾ സ്ട്രിങ് ആണ്. സോ ഈ Q0ക്ക് നമ്മൾ നൾ സ്ട്രിങ് മൂവ്മെൻറ്റ് ഇൻപുട്ട് കൊടുത്തിട്ട് ആ ട്രാൻസിഷൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ദെൻ Q0യിലേക്ക് എപ്സിലോൺ വന്നാൽ നൾ സ്ട്രിങ് വന്നാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? എക്സ് എന്ന് പറഞ്ഞൊരു ലെറ്ററാണ്. എപ്സിലോൺ നമുക്കറിയാം എപ്സിലോണ് നമ്മൾ എക്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഇതിനെ എപ്സിലോൺ നമ്മൾ എക്സ് ആയിട്ട് റീപ്ലേസ് ചെയ്തു. ഫൈനലി ഡെൽറ്റ Q0 എക്സ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഡാഷ് Q0 എക്സ്. ദാറ്റ് മീൻസ് ഈ ട്രാൻസിഷൻ ഫംഗ്ഷൻ എന്താണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കിട്ടുന്നത്? എൻ ഡി എഫ് എ ആണ്. അത് എന്തിനോട് ഈക്വലായി? നമ്മുടെ എന്തിൻ്റെ ട്രാൻസിഷൻ ഫംഗ്ഷനായിട്ട് ഈക്വലായി? ഡി എഫ് എയുടെ ട്രാൻസിഷൻ ഫംഗ്ഷനായിട്ട് ഈക്വലായി. സോ നമ്മളുടെ പ്രൂഫ് ഇവിടെ തീർന്നു. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. മറ്റൊരു വീഡിയോയിൽ ഈക്വലൻസിൻ്റെ എക്സാമ്പിൾ ചെയ്യുന്നതാണ്. ഡൗട്ട്സ് വല്ലതുമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനുമായി ഷെയർ ചെയ്യുക. അവർക്കും ഇത് ഒരു ഉപകാരമായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.